ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല നാടൻ ചിക്കൻ, അതായത് ലഗോൺ ചിക്കൻ വറുത്തരച്ച് കറി വെക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 3/4 കിലോളം ചിക്കൻ ഉണ്ട്, അപ്പോൾ ഒരു 1.5 മുറി തേങ്ങ മതിയാവും. ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 ചെറിയുള്ളി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു മുഴുവൻ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് മുഴുവൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ കറിവേപ്പില കുറച്ച് അധികം ഇട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. കറിവേപ്പില കുറച്ച് അധികം ഇട്ടിട്ട് പിന്നെ ഒരു പിടി മുഴുവൻ കുരുമുളകും കൂട്ടിയിട്ട് നമുക്കത് വറുത്തെടുക്കാം. ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ചിക്കൻ ഞാൻ ആദ്യം മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. കുറച്ചധികം വേവ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട്. പിന്നെ അതുപോലെ കുക്കറിൽ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. ഉള്ളി ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉള്ളി മതിയാവും. എന്ന് വെച്ചാൽ അധികം ഉള്ളിയായാൽ നമുക്ക് മധുരം അടിക്കും കറിക്ക്, അതുകൊണ്ട് ഒരു ഉള്ളി മതിയാവും. അപ്പോൾ ഒരു ഉള്ളിയും അതിൻ്റെ അകത്ത് ഉപ്പും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം നന്നായി അടിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴണ്ട് വന്നാൽ മതി. അതിലേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് അതും ഒന്ന് 5 മിനിറ്റ് വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുത്തില്ല, ചതച്ചതെടുത്തതാണ്, അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു 2.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 സെക്കൻഡ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനൊരു 6 വിസിൽ എടുത്തിട്ടുണ്ട് ഇത് വേവിക്കാൻ. 6 വിസിലാകുമ്പോഴത്തേക്ക് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയം കൊണ്ട് തന്നെ തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു പാകത്തിനാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. പിന്നെ ഇതിൽ ആദ്യം വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണ ചേർക്കാണ്ട് ആണ് വറുത്തെടുത്തിട്ടുള്ളത്. ഞാനത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം, നമ്മൾ പിന്നെ ഇരുമ്പ് ചീനച്ചട്ടിയിലായതുകൊണ്ട് ആ ചൂടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത്. ചെറിയ സ്പൂണിലാണ് ആയതുകൊണ്ട് ഞാനൊരു 3 ചെറിയൊരു സ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ, 1.5 അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകും വേഗം. പിന്നെ അതിൻ്റെ അകത്ത് ഒരു പിടി നമ്മുടെ വലിയ ജീരകമില്ലേ, അതും കൂടി ചേർത്ത് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചീനച്ചട്ടിയിൽ നിന്ന് കുറച്ചൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തണിഞ്ഞാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്കിത് അരച്ചെടുക്കാം. കുറച്ച് മാത്രം എടുത്തിട്ട് ആദ്യം അരക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണ തന്നെ നമുക്ക് ബാക്കിയുള്ളത് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം അരക്കുമ്പം തന്നെ അതിനകത്ത് ചെറിയൊരു വെളിച്ചെണ്ണ പശ ഉണ്ടാവും. അപ്പോൾ നമുക്ക് രണ്ടാമതും കൂടി അരക്കുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ അരഞ്ഞു വന്നോളും. വെള്ളം ചേർക്കാതെ അരക്കണം. വെള്ളം ചേർത്ത് അരച്ചാൽ അതിൻ്റെ കളറിൽ മാറ്റം വരും, അതുപോലെ തന്നെ ടേസ്റ്റിൽ നല്ല വ്യത്യാസമാണ്. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ ആ വെളിച്ചെണ്ണയിൽ തന്നെ അരച്ചെടുക്കാം. അത് അരച്ചെടുത്തിട്ട് നമുക്ക് വെന്ത് വന്ന ചിക്കനിലേക്ക് നമുക്കത് മിക്സ് ചെയ്യാം. ഇത് ആദ്യം ഞാൻ അരപ്പ് മാത്രം ചേർത്തു. എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഞാനൊരു 2-3 തവണ ആ മിക്സി നമ്മൾ കഴുകിയ വെള്ളം ചേർക്കുമല്ലോ, അതുപോലെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നോക്കി നമുക്ക് വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടം, ചിലർക്ക് നല്ല തിക്കായിട്ടുള്ള കറിയാണ് ഇഷ്ടം. എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള കറി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം കൂടി ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്കൊരു തിള വരുന്നവരെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് തിള വന്നപ്പാടനെ ഞാനൊരു ഗ്രാമ്പു, അതുപോലെ തന്നെ 1 ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്.
പിന്നെ കറിവേപ്പില, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് കുറച്ച് സമയം ഒന്ന് വറ്റിച്ചെടുത്തു. കറി ആവുന്നവരെ ഒന്ന് വറ്റിച്ചെടുത്തു. അതിനകത്ത് ലാസ്റ്റ് ഞാൻ ചേർക്കാൻ മറന്നുപോയതാണ്, വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. കുറച്ച് ഗരം മസാലയും ഒരു അര സ്പൂൺ ഗരം മസാലയും അര സ്പൂൺ കുരുമുളകും പൊടിയും കൂടി ആ ലാസ്റ്റ് സമയം ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് ചേർത്ത് ഒന്ന് ലാസ്റ്റ് ആ ഒരു ഫ്ലെയിം ഓഫ് ആക്കുന്ന സമയത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഫ്ലെയിം ഓഫാക്കി, നല്ല ചിക്കൻ കറി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. നമുക്കിഷ്ടമുള്ള ഇത് സെർവിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ബൗളിലേക്ക് മാറ്റിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിച്ചപ്പെല്ലാം കൂടി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ പറയണം.